നമസ്കാരം. FD-യേക്കാൾ കുറച്ചധികം പലിശ തരുന്ന സ്കീമുകളെ കുറിച്ച് നിങ്ങൾക്കറിയാമോ? അതും ഗവൺമെന്റ് ഗ്യാരണ്ടിയോടുകൂടി. നമ്മളിൽ പലരും എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ ബാങ്കിൽ കൊണ്ടുപോയിട്ടാ ഇപ്പൊ എന്ത് ഇൻട്രസ്റ്റ് കിട്ടാനാണ്, മാസം ഒരു വരുമാനം വേണം, അതുമല്ലെങ്കിൽ കുറച്ച് വർഷം കൊണ്ട് പണം നല്ല രീതിയിൽ ഗ്രോ ചെയ്യണം, അതേസമയം ഒരു രൂപ പോലും നഷ്ടപ്പെടാനും പാടില്ല. എങ്കിൽ കേട്ടോളൂ, നിങ്ങൾ ബാങ്ക് FD-യിലേക്ക് ഓടുന്നതിന് മുൻപ് ഈ ഒരു വീഡിയോ നിർബന്ധമായിട്ടും കാണണം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബാങ്ക് FD-കളേക്കാൾ ഉയർന്ന പലിശയും കേന്ദ്ര സർക്കാരിന്റെ 100% സുരക്ഷയും തരുന്ന പോസ്റ്റ് ഓഫീസിലെ 5 സൂപ്പർ ഹിറ്റ് പദ്ധതികളെ കുറിച്ചാണ്. വെറും 5 വർഷം കൊണ്ട് നിങ്ങളുടെ 1 ലക്ഷം രൂപ എങ്ങനെ 1,44,903 രൂപയാക്കി മാറ്റാൻ സാധിക്കും. മാസം തോറും 9,250 രൂപ ഒരു സ്ഥിര വരുമാനം എങ്ങനെ നേടാം, പെൺകുട്ടികളുടെയൊക്കെ ഭാവിക്ക് ഒരു 27 ലക്ഷം വരെ എങ്ങനെ സമ്പാദിക്കാം, ഈ എല്ലാ കണക്കുകളും നമ്മൾ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ വളരെ ട്രാൻസ്പെറന്റ് ആയി ഞാൻ ഇന്ന് കണക്ക് കൂട്ടി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവുകയാണ്. വീഡിയോ അവസാനം വരെ കാണണം, കാരണം അവസാനത്തെ സ്കീമാണ് നിങ്ങളുടെ പണം ഡബിൾ ആക്കുന്ന ഒരു സ്കീം. സോ വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ബോസ്വാല മലയാളം യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളുടെ അജന. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇതുപോലെയുള്ള നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് മുൻപിൽ എത്തിക്കുന്നത്. അപ്പം നമുക്കിന്ന് സമയമില്ല, പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം. സോ നമുക്ക് ആദ്യം തന്നെ സ്കീമിലേക്ക് കടക്കുന്നതിന് മുൻപ് എന്തുകൊണ്ടാണ് ബാങ്ക് FD-യേക്കാൾ പോസ്റ്റ് ഓഫീസ് നല്ലത് എന്ന് പറയുന്നത് എന്നുള്ള അതിൻ്റെ ഒരു സത്യാവസ്ഥ നോക്കാം. സാധാരണ ഒരു സുരക്ഷിത നിക്ഷേപം എന്ന് കരുതി നമ്മൾ ബാങ്കിൽ പോയി FD ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പരമാവധി ഒരു 6.5%, 7% വരെയൊക്കെ കിട്ടുള്ളൂ. നമ്മൾ നോർമൽ സിറ്റിസണ്, സീനിയർ സിറ്റിസണ് കുറച്ചുകൂടി കൂടുതലുണ്ട്. പോരാത്തതിന് നമ്മൾ ബാങ്കിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പലിശ ടാക്സബിളും ആണ് അല്ലേ, നമ്മൾ അതിനനുസരിച്ച് നികുതി കൊടുക്കണം, നമ്മളെ സ്ലാബൊക്കെ നോക്കിയിട്ട്. എന്നാൽ പോസ്റ്റ് ഓഫീസ് സ്കീമുകളിൽ 7.1% മുതൽ 8.2% വരെ ഉയർന്ന പലിശയാണ് കേന്ദ്ര സർക്കാർ നമുക്ക് നൽകുന്നത്. സോ ഇതിൽ പലതിനും ടാക്സ് ഫ്രീ ബെനിഫിറ്റ്സും ഉണ്ട്, അതായത് ബാങ്കിനേക്കാൾ കൂടുതൽ ലാഭം കിട്ടും, ഒപ്പം ഭാരത സർക്കാരിന്റെ കട്ട സപ്പോർട്ടും. അപ്പൊ ഇനി നമുക്ക് 5 സ്കീമുകളും അതിന് കൃത്യമായ കണക്കുകളും നോക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ സ്കീം, നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ് അഥവാ NSC. ഇതെന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഓഫീസിലെ നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്കീമാണ്. ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വലിയ തുക 5 വർഷത്തേക്ക് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ 5 വർഷം കഴിഞ്ഞ് ലംസമായി ആ മുഴുവൻ ലാഭവും നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കും. സോ 5 വർഷം ഇവിടെ ഒരു വെയിറ്റിംഗ് പീരീഡ് അല്ലെങ്കിൽ ഒരു ലോക്കിംഗ് പീരീഡ് വരുന്നുണ്ട്. ആൻഡ് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ 7.7% ആണ് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് ഈ ഒരു സ്കീമിന്. നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റിൽ 7.7% ഇൻട്രസ്റ്റ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ടാക്സ് ബെനിഫിറ്റ് ATCയിൽ നമുക്കിത് ക്ലെയിം ചെയ്യാനും സാധിക്കും. നമ്മൾ ബാങ്ക് FDs ഇടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കറിയാം അത് ടാക്സബിൾ ആയിരിക്കും നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ATCയിൽ കാണിക്കാൻ സാധിക്കും. ഈ 7.7% എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ വർഷവും കൂടുമ്പോൾ അത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് ഇങ്ങനെ നമ്മുടെ മണി അവിടെ കിടന്ന് ഗ്രോ ചെയ്യും. നമുക്ക് വെറും 1000 രൂപ ഉണ്ടെങ്കിൽ ഈ ഒരു പ്ലാനിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതിനോടൊപ്പം ഉയർന്ന ഒരു പരിധി, അല്ല വലിയൊരു മാക്സിമം എമൗണ്ട് ഇല്ല, നിങ്ങൾക്ക് എത്ര എമൗണ്ട് വേണമെങ്കിൽ ഇതിൽ നിക്ഷേപിക്കാം ഒരു വർഷത്തേക്ക് വേണ്ടിയിട്ട്. ഈ 5 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം. ദാറ്റ് ഈസ് പ്രീ മെച്യൂർ വിഡ്രോവൽ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഇതിൽ അവൈലബിൾ അല്ല. ആൻഡ് ഇതെന്ന് പറയുന്ന ഒരു 1 ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്. 1.5 lakhs നമുക്ക് ടാക്സ് ബെനിഫിറ്റ് കാണിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്കിനി ഒരു കാൽക്കുലേഷനിലോട് കൂടി നോക്കാം. ഉദാഹരണത്തിന് നിങ്ങൾ 1 ലക്ഷം രൂപ NSC സ്കീമില് ഒരു 5 വർഷത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ 5 വർഷം കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ 1,44,903 രൂപയാണ്. അതായത് 44,903 രൂപ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് എക്സ്ട്രാ ലഭിക്കുന്ന ഒരു എമൗണ്ട് ആണ്. വെറും 5 വർഷം മാത്രമേ ലോക്കിംഗ് പീരീഡ് വരുന്നുള്ളൂ. ബാങ്ക് FD-യേക്കാൾ വളരെ കൂടുതലാണ്, ഒപ്പം സുരക്ഷിതമായിട്ടൊരു നിക്ഷേപവും. ഇനി 5 ലക്ഷം രൂപയാണ് നിങ്ങൾ നിക്ഷേപിക്കുന്നത് എങ്കിൽ 5 ലക്ഷം രൂപയാണ് നിങ്ങൾ 5 വർഷത്തേക്ക് NSC സ്കീമിൽ ഇടുകയാണെങ്കിൽ വെറും 5 വർഷം കഴിയുമ്പോഴേക്ക് നിങ്ങളുടെ കയ്യിൽ വരുന്ന എമൗണ്ട് 7,24,517 രൂപയാണ്. അതായത് നിങ്ങൾക്ക് ഇവിടെ പ്യുവർ ആയിട്ട് ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പലിശ മാത്രം നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു 2,24,517 രൂപ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് മാത്രം ഈ ഒരു സ്കീമിൽ ലഭിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ഈ ഒരു സ്കീമിന്റെ ചെറിയൊരു ബ്രീഫ് എന്ന് പറയുന്നത്. നിങ്ങൾ എത്ര എമൗണ്ട്, ഇപ്പം ബേസിക് ആയിട്ട് ഒരു സാധാരണക്കാരൻ ഒരു 1 ലക്ഷം രൂപയുടെ ആണെങ്കിൽ ഇത്ര കിട്ടും എന്നുള്ളതും, ഇനി നമ്മുടെ കയ്യിൽ അത്യാവശ്യം ഒരു 5 ലക്ഷം രൂപ വരെ ഉണ്ടെങ്കിൽ അവരിടുമ്പോൾ എത്ര രൂപ നിങ്ങൾക്ക് റിട്ടേൺ കിട്ടും എന്നുള്ളത് നിങ്ങൾ ഇവിടെ കണ്ടു. അപ്പൊ നമുക്കിനി അടുത്ത സ്കീമിലേക്ക് കിടക്കാം. നെക്സ്റ്റ് സ്കീമാണ് പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീം. ഇതെന്ന് പറഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ട്, നമുക്കത് ഒന്നായിട്ട് ഒരു 5 വർഷം കഴിഞ്ഞിട്ടോ 10 വർഷം കഴിഞ്ഞിട്ടോ വേണ്ട. പകരം എല്ലാ മാസവും എനിക്കൊരു വീട്ടു ചെലവ് നടത്താൻ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് എല്ലാ മാസവും ഒരു എമൗണ്ട് എൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയാൽ മതി എന്ന് കരുതുന്നവർക്ക് പറ്റിയൊരു സ്കീമാണ് പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീം എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ഒരുമിച്ച് ഒരു എമൗണ്ട്, ഇപ്പം സേ ഒരു 5 ലക്ഷം രൂപ ഇടുകയാണെങ്കിൽ തൊട്ട് അടുത്ത മാസം തൊട്ട് നിങ്ങൾക്ക് ആ 5 ലക്ഷം രൂപയുടെ ഇൻട്രസ്റ്റ് ഓരോ മാസം മന്ത്ലി പേ ഔട്ട് ആയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും. അപ്പോൾ അതിന്റെ കാൽക്കുലേഷൻ അടക്കം ഞാൻ പറഞ്ഞുതരാം. ബിഫോർ ദാറ്റ് ഇതിന് കിട്ടുന്ന ഒരു ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് 7.4% ആണ്. 7.4% ഇൻട്രസ്റ്റ് റേറ്റ് ആണ്.
POMIS, പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീമിന് നിങ്ങൾക്ക് ലഭിക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. ഒരാളാണ് നിങ്ങൾ നിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ പരമാവധി 9 ലക്ഷം രൂപയും, ഇനി ഭാര്യയും ഭർത്താവും കൂടി ജോയിന്റ് ആയിട്ടാണ് നിങ്ങൾ ഈ ഒരു സ്കീം തുടങ്ങുന്നുണ്ടെങ്കിൽ പരമാവധി 15 ലക്ഷം രൂപയും നിങ്ങൾക്ക് നിക്ഷേപിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് POMISന്റെ കാൽക്കുലേഷൻസിലേക്ക് വരാം. 9 ലക്ഷം രൂപയാണ് നിങ്ങൾ നിക്ഷേപിക്കുക എന്ന് കരുതുക. ഓക്കെ, ഈ 9 ലക്ഷം രൂപ നിങ്ങൾ നിക്ഷേപിച്ചാൽ തൊട്ടടുത്ത മാസം തൊട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് 5550 രൂപ ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ട് വരും. ഓക്കെ, സോ 9 ലക്ഷത്തിന് 5550 രൂപയാണ് മന്ത്ലി ഇൻട്രസ്റ്റ് എമൗണ്ട് വരുന്നത്. സോ 5 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഇൻട്രസ്റ്റ് നിങ്ങൾ വാങ്ങുന്നത് 3,33,000 രൂപയായിട്ടുണ്ടാകും. അതായത് 9 ലക്ഷം രൂപ അവിടെ സേഫ് ആണ് താനും, എന്നാൽ ഇൻട്രസ്റ്റ് ആയിട്ട് 3,33,000 രൂപ നിങ്ങൾ വാങ്ങുകയും ചെയ്തു. ഇനി 9 ലക്ഷത്തിന് പകരം നിങ്ങൾ 15 ലാക്സ് ആണ് നിക്ഷേപിക്കുന്നത് എന്ന് കരുതുക. 15 ലക്ഷമാണ് നിങ്ങൾ നിക്ഷേപിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാസം കിട്ടുന്ന എമൗണ്ട് 9,250 രൂപയായിരിക്കും. 10,000 രൂപയുടെ അടുത്ത് നിങ്ങൾക്ക് മന്ത്ലി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. സോ 5 വർഷം കൊണ്ട് ഈ ഒരു 9,250 നമ്മൾ ഓരോ മാസം വാങ്ങിക്കഴിഞ്ഞാൽ 5,55,000 രൂപ നിങ്ങൾ പലിശ മാത്രം വാങ്ങിയിട്ടുണ്ടാകും. ഓൾസോ നിങ്ങളുടെ പ്രിൻസിപ്പൽ എമൗണ്ട് 15 ലക്ഷം രൂപ അവിടെ സേഫ് ആയിരിക്കും. പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീമിന്റെ ഒരു കാൽക്കുലേഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത സ്കീമിലേക്ക് കിടക്കാം. ദാറ്റ് ഈസ് സുകന്യ സമൃദ്ധി യോജന അഥവാ SSY. നമുക്കറിയാം വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്കീമാണിത്. ഇന്ത്യയിൽ വെച്ച് ഇന്ന് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കുന്ന ഒരു പോസ്റ്റ് ഓഫീസ് സ്കീം കൂടിയാണിത്. ഇതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് വരുന്നത് 8.2% ആണ്. ഹയസ്റ്റ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ് കിട്ടുന്നത്. ഇനി ആർക്കൊക്കെയാണ് ഇത് ഉപകാരം എന്ന് പറഞ്ഞാൽ SSY പൊതുവെ തുടങ്ങുന്നത് പെൺകുട്ടികളുടെ പേരിലാണ്. 10 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ അവരുടെ പേരിൽ മാതാപിതാക്കൾക്ക് തുടങ്ങാൻ സാധിക്കുന്ന ഒരു നല്ല ഇൻവെസ്റ്റ്മെന്റ് സ്കീമാണ് സുകന്യ സമൃദ്ധി യോജന. വർഷത്തിൽ മിനിമം ഒരു 250 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് തുടങ്ങാം. മാക്സിമം എമൗണ്ട് എന്ന് പറയുന്നത് ഒരു 1,50,000 രൂപയാണ്. അപ്പൊ 250 രൂപ മാത്രം ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോയിട്ട് സുകന്യ സമൃദ്ധി കുട്ടികളുടെ പേര് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇതിന് ഇൻവെസ്റ്റ്മെന്റ് വരുന്നത് വർഷത്തിലാണ്. ഓരോ വർഷത്തിലാണ് നിങ്ങൾ ഇതിനു വേണ്ടി പേയ്മെന്റ് ചെയ്യേണ്ടത്. ആൻഡ് ഇതിന്റെ കാലാവധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 21 വർഷമാണ്. 21 ഇയേഴ്സ് ആണ് ഇതിന്റെ ഒരു ടെന്യൂർ വരുന്നത്. സോ ഇപ്പൊ 10 വയസ്സിലുള്ള ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു 5 വയസ്സിലുള്ള കുട്ടിയുടെ പേരിൽ നിങ്ങൾ ഇത് നിക്ഷേപിക്കുകയാണെങ്കിൽ ആ കുട്ടിയുടെ ഒരു 25 വയസ്സ് കഴിയുമ്പോഴത്തേക്കും 26-27 വയസ്സാകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇതിന്റെ മെച്യൂരിറ്റി എമൗണ്ട് വാങ്ങാൻ സാധിക്കും. ആൻഡ് ഓൾസോ പാരന്റ്സിന് ഇത് ATC വഴി കാണിക്കാനും സാധിക്കും. ടാക്സ് ബെനിഫിറ്റും ഈ ഒരു സ്കീമിന് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. നിങ്ങൾക്ക് ATCയിൽ കാണിക്കാൻ സാധിക്കും. ഇനി എപ്പോഴെങ്കിലും ഒരു പകുതിയിൽ നമുക്ക് പെട്ടെന്ന് എടുക്കണം എന്നുണ്ടെങ്കിൽ 18 വർഷം കഴിഞ്ഞാൽ 21 എന്നുള്ളതിൽ 18 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാർഷ്യൽ വിഡ്രോവലിനുള്ള ഒരു ഫെസിലിറ്റിയും ഈ സ്കീമിനുണ്ട്. ഇതിൽ നിങ്ങൾ പേയ്മെന്റ് ചെയ്യേണ്ട പീരീഡ് എന്ന് പറഞ്ഞാൽ 15 വർഷമാണ്. 15 വർഷം നിങ്ങൾ ഇതിന് വേണ്ടി പൈസ അടയ്ക്കണം. ദെൻ 21ാമത്തെ വർഷത്തിൽ നിങ്ങൾക്കിത് തിരിച്ചു കിട്ടുകയും ചെയ്യും. ഇനി അതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും എടുക്കണമെങ്കിൽ അത് 18 വർഷം കഴിയണം. 18 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാർഷ്യൽ വിഡ്രോവലും ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, നമുക്കപ്പോൾ ഇതിന്റെ കാൽക്കുലേഷൻസ് നോക്കാം. ഒരു 5,000 രൂപ വെച്ച് മാസം നിങ്ങൾ നിങ്ങളുടെ മകളുടെ പേരിൽ ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഒരു വർഷം കൊണ്ട് ആ ഒരു 5,000 × 12 നമ്മൾ 60,000 രൂപയായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇനി ഈ 60,000 രൂപ നിങ്ങൾ എല്ലാ വർഷവും കൊടുക്കുമല്ലോ. 15 വർഷത്തേക്ക് ഈ ഒരു 5,000 രൂപ തൊട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എന്ന് പറയുന്നത് 9 ലക്ഷമാണ്. ഓക്കെ, അപ്പം 15 വർഷം കൊണ്ട് 9 ലക്ഷമാവും. ഇനിയാണ് പറയാൻ പോണ സർപ്രൈസ്. അതായത് ആഫ്റ്റർ 21 ഇയേഴ്സ് 21 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 9 ലക്ഷത്തിന് പകരം നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്ന എമൗണ്ട് എത്രയാണെന്ന് അറിയോ? 27,71,031 രൂപ. ജസ്റ്റ് ഇമാജിൻ. ഒരിരട്ടിയല്ല, രണ്ടിരട്ടിയല്ല, ട്രിപ്പിൾ ബെനിഫിറ്റ് ആണ്. നമുക്ക് 3 ഇരട്ടി പൈസയാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത് 21 വർഷം കഴിയുമ്പോഴത്തേക്ക്. സോ ആ ഒരു സമയത്തേക്ക് നമ്മുടെ മക്കളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടോ നമുക്ക് ഈ ഒരു പൈസ ഉപകരിക്കും. ഇനി ഇതേ കാൽക്കുലേഷൻ നമ്മൾ മാസം 12,500 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു വർഷം കൊണ്ട് നമ്മൾ 1.5 ലക്ഷം രൂപയായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുക. ആൻഡ് 15 വർഷം കൊണ്ട് 22,50,000 രൂപയായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുക. ഇനി ഇതേ എമൗണ്ട് ഈ ഒരു സ്കീമിന്റെ കാലാവധി കഴിഞ്ഞ്, അതായത് 21 വർഷം കഴിഞ്ഞ് നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്ന എമൗണ്ട് എത്രയെന്ന് അറിയണ്ടേ? 74,30,000 രൂപ. ജസ്റ്റ് ഇമാജിൻ, നിങ്ങൾ വെറും ഒരു 12,500 രൂപ മാസം മക്കളുടെ പേരിൽ മാറ്റി വെച്ചാൽ മക്കളുടെ നല്ലൊരു ഏജ് ആകുമ്പോൾ 10-26 വയസ്സാകുമ്പോഴേക്കും നമുക്ക് 74 ലക്ഷം രൂപയുടെ അടുത്ത് നമ്മുടെ കയ്യിൽ കിട്ടും. ഇതാണ് സുകന്യ സമൃദ്ധി യോജനയുടെ ചെറിയൊരു കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത സ്കീമിലേക്ക് പോവാം. നെക്സ്റ്റ് സ്കീം എന്ന് പറയുന്നത് PPF അഥവാ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്. പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് നമുക്ക് 7.1% ആണ്. PPF നമ്മൾ അത്ര കേട്ടിട്ടില്ലെങ്കിലും PF നമുക്കൊക്കെ ഫെമിലിയർ ആയിട്ടുള്ള വേർഡാണ്. നമ്മുടെ കമ്പനി തരുന്ന ഒരു ബെനിഫിറ്റ് ആയിരിക്കും. നമ്മൾ എവിടെയാണോ വർക്ക് ചെയ്യുന്നത് ആ ഓഫീസ് അല്ലെങ്കിൽ ആ ഒരു ഗവൺമെന്റ് ഓഫീസ് ആണെങ്കിൽ അത്, പ്രൈവറ്റ് ഓർഗനൈസേഷൻ ആണെങ്കിൽ അത്, അവർ നമുക്ക് തരുന്ന ഒരു ബെനിഫിറ്റ് ആണ് PF എന്ന് പറയുന്നത്.
പറയുന്നത്. എംപ്ലോയർ, അതായത് നമുക്ക് ആരാണ് ജോലി ചെയ്തത് അവരൊരു ചെറിയ എമൗണ്ട് അതിലേക്ക് മാറ്റി വയ്ക്കും, പി എഫിലേക്ക്. നമ്മുടെ ഭാഗത്തു നിന്നും ഒരു ചെറിയ എമൗണ്ട് നമുക്ക് സാലറി തരുമ്പോൾ പി എഫിലേക്ക് മാറ്റി വെക്കും അല്ലെ. ആ ഒരു സിസ്റ്റം നമുക്ക് എല്ലാവർക്കും അറിയാം. അതേപോലുള്ളൊരു ഇൻവെസ്റ്റ്മെന്റ് സ്കീമാണ് PPF എന്ന് പറയുന്നത്. ഇപ്പോൾ ജോലി ഇല്ലാത്ത ആൾക്കാർക്കൊക്കെ ഒരു PF മോഡൽ വരുന്ന രീതിയിൽ ഒരു ബെനിഫിറ്റ് കൊണ്ടുവരാനാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ ഒരു PPF എന്ന് പറഞ്ഞിട്ടൊരു സ്കീം ഉള്ളത്. ഇതിൽ മിനിമം എമൗണ്ട് എന്ന് പറയുന്നത് 500 രൂപയാണ്, മാക്സിമം എമൗണ്ട് 1,50,000 വർഷത്തിലാണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് 2 രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ഉണ്ട്. അതായത് ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ നമ്മൾ മാസത്തിൽ ഒരു 4,000-5,000 രൂപ മാറ്റി വെക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി ബൾക്ക് എമൗണ്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ രീതിയിലും ഇൻവെസ്റ്റ് ചെയ്യാം. ഇനി ഇതിന്റെ ടെന്യൂർ എന്ന് പറയുന്നത് 15 വർഷമാണ്. 15 വർഷത്തിലേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഇന്ത്യയിലുള്ള ആർക്കും ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ കഴിയും. യാതൊരുവിധ മാനദണ്ഡങ്ങളും ഇതിലില്ല. അപ്പം നമ്മൾ സുകന്യ സമൃദ്ധി പറഞ്ഞത് പെൺകുട്ടികൾക്കാണെങ്കിൽ ഇതിൽ അങ്ങനെ ജെൻഡർ വേർതിരിവൊന്നുമില്ല, ആർക്ക് വേണമെങ്കിലും ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് പെട്ടെന്ന് ഇതിന്റെ കാൽക്കുലേഷൻ നോക്കാം. സോ നിങ്ങൾ ഒരു വർഷത്തിൽ 50,000 രൂപയാണ് PPF-ലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് കരുതുക. സോ 15 വർഷത്തേക്ക് നിങ്ങൾ എത്രയായിരിക്കും അപ്പൊ ഇൻവെസ്റ്റ് ചെയ്യുക? 7,50,000 രൂപയായിരിക്കും നിങ്ങൾ 15 വർഷം കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു അക്കൗണ്ടിലേക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, 50,000 തൊട്ട് മാസം സ്റ്റാർട്ട് ചെയ്യുന്നു, 15 വർഷം കഴിയുമ്പോൾ 7,50,000 രൂപയാവുന്നു. ആൻഡ് കാലാവധി കഴിയുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നത് 13.5 ലക്ഷം രൂപയാണ്. സീ ദ ഡിഫറൻസ്. 7,50,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന എമൗണ്ട് 13,50,000 രൂപയാണ്. അത്രയും ഡിഫറൻസ്, നമുക്ക് നല്ലൊരു എമൗണ്ട് പലിശ ലഭിക്കുന്നുണ്ട്. ഇത് പൂർണ്ണമായും ടാക്സ് ഫ്രീ ആണ് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർക്കണം. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത സ്കീമിലേക്ക് പോവാം. ഓക്കെ, ഇനി ലാസ്റ്റത്തെ സ്കീം, ദാറ്റ് ഈസ് കിസാൻ വികാസ് പത്ര. ഈ ഒരു സ്കീമാണ് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾ ഇട്ട പൈസ ഡബിൾ ആക്കുന്ന ഒരു സ്കീം ഇതിലുണ്ട്. അത് ഇതാണ് കേട്ടോ. ഇതിൽ ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് ലഭിക്കുന്നത് 7.5% നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് ഈ ഒരു സ്കീമിലൂടെ ലഭിക്കുന്നത്. പല ഓൺലൈൻ തട്ടിപ്പുകാരൊക്കെ നമ്മൾ കാണലുണ്ട്. 6 മാസം കൊണ്ട് പൈസ ഡബിളാക്കി തരാം, 1 ലക്ഷം കൊണ്ട് പൈസ ഡബിളാക്കി തരാം, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ ഫ്രോഡുലന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇത് കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് തരുന്ന ഒരു സംവിധാനമാണ്. നമുക്ക് പൈസ എക്സാക്ട് ഡബിൾ ആക്കാം. അത് കാൽക്കുലേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിന്റെ ഒരു കാലാവധി കണക്ക് എന്ന് പറയുന്നത് 115 മാസമാണ് കേട്ടോ. 115 മാസം. 115 മാസം എന്ന് പറയുന്നത് 9 വർഷവും 7 മാസവും. 9 വർഷം 7 മാസമാണ് 115 മാസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു പീരീഡ് വരുന്നത്. ഇനി നമുക്ക് കാൽക്കുലേഷൻ നോക്കാം. ഉദാഹരണത്തിന് ഇന്ന് നിങ്ങൾ പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് 5 ലക്ഷം രൂപയുടെ 5 lakhs നിങ്ങൾ അവിടെ നിക്ഷേപിച്ചു ഈ KVPക്ക് വേണ്ടിയിട്ട്. ഓക്കെ, 115 മാസത്തേക്കാണ് നിങ്ങൾ നിക്ഷേപിച്ചത്. അപ്പൊ നിങ്ങൾ പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് 5 ലക്ഷം രൂപ KVP എന്ന് പറഞ്ഞ ഈ ഒരു സ്കീമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 115 മാസം കഴിഞ്ഞ് നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുന്നത് എക്സാക്ട് ഡബിൾ എമൗണ്ട് ആണ്. ദാറ്റ് ഈസ് 10 lakhs. 10 ലക്ഷം രൂപ നിങ്ങൾക്ക് കൃത്യം 115 മാസം കഴിയുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും. ഡബിൾ ആണേ, 5 ലക്ഷം രൂപ കൊടുത്താൽ 10 ലക്ഷം രൂപ നിങ്ങൾക്ക് കിട്ടും. ഇനി നിങ്ങൾ 5 എന്നുള്ളതിന് പകരം 25 ലക്ഷം രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തതെന്ന് കരുതുക. അപ്പൊ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് 115 മാസം, അതായത് 9 വർഷവും 7 മാസവും കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരാൻ പോണ പൈസ എന്ന് പറയുന്നത് 50 ലക്ഷമാണ്. സീ ദ ഡിഫറൻസ്. 25 lakhs ആണ് നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടുന്നത്, എക്സാക്ട് ഡബിൾ. ഈ ഒരു സ്കീമിന് ഉയർന്ന നിക്ഷേപ പരിധി വരുന്നില്ല. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ സ്കീമുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു 5 സ്കീമിന്റെയും ബ്രീഫാണിത്. ഇനി ഒരുപാട് സ്കീമുകൾ വരുന്നുണ്ട്. സോ അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്താൽ മതി. നമ്മൾ ഇതുപോലെ കാൽക്കുലേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലായില്ലേ? എത്ര രൂപ ഇട്ടാൽ എത്ര രൂപ കിട്ടും എന്നുള്ളതൊക്കെ ഞാൻ കണക്ക് സഹിതം നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ റിസ്ക് എടുത്ത് സ്റ്റോക്ക് മാർക്കറ്റിലും മ്യൂച്വൽ ഫണ്ടിലും ഒക്കെ പോകാതെ തന്നെ ബാങ്ക് FDയേക്കാൾ വളരെ മികച്ച രീതിയിൽ പലിശ നമുക്ക് കിട്ടുന്ന രീതിയിൽ, അതിനോടൊപ്പം തന്നെ നമ്മുടെ പണം സുരക്ഷിതമായി വളർത്താൻ പോസ്റ്റ് ഓഫീസിലൂടെ നമുക്ക് സാധിക്കും. അപ്പോൾ ഈ 5 സ്കീമുകളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് നിങ്ങൾ ഏതിലാണ് നിക്ഷേപിക്കാൻ പ്ലാൻ ചെയ്യുന്നത് എന്നും നിങ്ങൾ മറക്കാതെ ഞങ്ങളെ അറിയിക്കുക. ഇതുപോലെ നല്ല ഇൻഫോർമാറ്റീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരുപാട് സ്കീമുകൾ, ഇതെല്ലാമാണ് നമ്മൾ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് മുൻപിൽ എത്തിക്കുന്നത്. അപ്പം മറ്റൊരു ഫിനാൻസ് ടിപ്പുമായി നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അജ്ന സൈനിങ് ഓഫ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബ്രാൻഡ് പാർട്ണർഷിപ്സ് ആൻഡ് അഡ്വർടൈസിംഗ് എൻക്വയറീസിനായി ഇമെയിൽ ID brand@boswala.com അല്ലെങ്കിൽ 9108014192 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ബന്ധപ്പെടൂ. ബോസ്വാല, ബി ദ ബോസ്.